എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നും നമ്മൾ കർമ്മയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇപ്പം ഇത്രയും വീഡിയോസ് കേട്ട സ്ഥിതിക്ക് നമുക്കെല്ലാവർക്കും നല്ല ഒരു ഐഡിയ, കർമ്മ എന്ന് വെച്ചാൽ എന്തുവാ എന്നുള്ള നല്ല ഒരു ഐഡിയ കിട്ടിക്കാണും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ കാർമിക് അക്കൗണ്ട് സെറ്റിൽമെൻറ്റ്. അതായത് നമ്മൾ സദാസർവകാലവും ഏതെങ്കിലും കർമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ദേഹവേ അനങ്ങാതെ ഒരു സ്ഥലത്തിരുന്നാൽ പോലും നമ്മുടെ മനസ്സ് ചലിച്ചുകൊണ്ട് ഇരിക്കുവാണ്. അപ്പം ഓരോ ചിന്ത വന്നുകൊണ്ടിരിക്കുവാണ്, അതും കർമ്മയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ നോ തോട്ട് സ്റ്റേറ്റ് എന്ന് മൈൻഡ് വരുന്നോ അന്നാണ് നമുക്ക് മുക്തി എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ ഈ നോ തോട്ട് സ്റ്റേറ്റൊക്കെ വരാൻ ഈ ജന്മം മതിയായിരിക്കും. ചിലപ്പോൾ ഇനി 2 ജന്മം എടുക്കേണ്ടി വരും, ചിലപ്പം 10 ജന്മം എടുക്കേണ്ടി വരും. അതൊക്കെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ലെവൽ എവിടാന്നുള്ളത് വെച്ചുകൊണ്ടാണ്. എന്തായിരുന്നാലും നമ്മൾ ഒരു കാര്യം തീരുമാനിച്ച് നമ്മൾ അതിനു വേണ്ടി മുന്നോട്ട് ശ്രമിക്കുവാണ്, അതിനു വേണ്ടി മുന്നോട്ട് പോവുകയാണ്. അതിൽ ഒരു മാറ്റവും ഇല്ല. പിന്നെ എത്ര സമയം എടുക്കുന്നോ അത് സമയം എടുത്തോട്ടെ. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും സഞ്ചിത കർമ്മ എത്ര വലിയ ബാഗാണെന്ന് നമുക്ക് അറിയാൻ വയ്യ. അങ്ങനെ ഇരിക്കുമ്പം നമ്മളെ കൊണ്ട് ശ്രമിക്കാനേ പറ്റത്തുള്ളൂ. അതുതന്നെയാണ് കൃഷ്ണ പരമാത്മാവും പറഞ്ഞിട്ടുള്ളത്. നീ നിന്നാലായത് നീ ശ്രമിക്കേ, നീ എത്ര ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവിടെ കണക്ക്. ബാക്കി നിനക്ക് നല്ലതും തരുന്നതും നിനക്ക് ഗിഫ്റ്റ് തരുന്നതും പണിഷ്മെൻറ്റ് തരുന്നതും ഒക്കെ ഞാൻ ഏറ്റു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ്. അപ്പം ഈ കാർമിക് അക്കൗണ്ട് സെറ്റിൽമെൻറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? അതിൽ 2 സ്റ്റേജുണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ ആരെയോ വല്ലാതെ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ എന്തോ വഴക്ക് പറഞ്ഞു. അത് തന്നെ മതിയല്ലോ, വായ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാലേ മതി മറ്റവരെ വേദനിപ്പിക്കാൻ. അപ്പം അവരുടെ മനസ്സിൽ നല്ലപോലെ അത് കൊണ്ടു കയറി. അപ്പം അവർക്ക് നല്ല മനപ്രയാസമുണ്ട്. അപ്പം കുറച്ച് അത് ആ ഒരു സംഭവം നടന്നു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇപ്പം പറയുന്നവർക്ക് എളുപ്പം പറയാം. ഇപ്പം ഞാനാണ് ആരെങ്കിലും നോവിപ്പിക്കുന്നത്, വാക്കുകൊണ്ട് നോവിപ്പിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കത് മറക്കാൻ എളുപ്പമാണ്. എന്ന് വെച്ചാൽ ഞാൻ ദേഷ്യത്തിൽ വന്നു, പറഞ്ഞു, പോയി, തീർന്നു, കാര്യം തീർന്നു. പറഞ്ഞവർക്കല്ല പ്രയാസം, കേൾക്കുന്നവർക്കാണ് പ്രയാസം, അത് അനുഭവിക്കുന്നവർക്കാണ് പ്രയാസം. അപ്പം നമ്മുടെ ഓപ്പോസിറ്റിലിരിക്കുന്നവർക്കായിരിക്കും അതുകൊണ്ട് വലിയ മനപ്രയാസം. ശരി, ഏതോ സംഭവം നടന്നു, പിന്നെയെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കണം. അതിനാണ് സമയം കിട്ടുമ്പോഴൊക്കെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പം നമ്മൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുക, നല്ല രീതിയിൽ മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുക, നമ്മുടെ മനസ്സ് എപ്പോഴേ ബീറ്റായിലിരുന്ന് കുറേശ്ശെ ആൽഫയിലോട്ട് വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ ഉണ്ടെങ്കിലേ ഇതൊക്കെയാണ് ലൈഫിൽ നമുക്ക് ഇനിയും കിട്ടാൻ പോകുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ്. അപ്പം അതിലോട്ട് മുന്നോട്ട് പോകുമ്പം നമുക്ക് ഏത് ശരി ഏത് തെറ്റെന്ന് തന്നെത്താനെ നമുക്ക് മനസ്സിലാകും. ഈ മെഡിറ്റേഷൻ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്താലേ മതി. ഏത് ശരി ഏത് തെറ്റ് എന്ന് താരതമ്യപ്പെടുത്തി നോക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും. അത് മെഡിറ്റേഷൻ്റെ ഒരു വലിയ ഒരു പ്ലസ് പോയിൻ്റാണ്. അപ്പം നമ്മൾ റെഗുലറായിട്ട് രാവിലെയും വൈകുന്നേരം മെഡിറ്റേഷൻ ചെയ്യുന്നു. അല്ലാതെ ഇപ്പം നമ്മൾ ഇത്രയും വീഡിയോസിൽ കണ്ടതെല്ലാം കുറേശ്ശെ നമ്മളും പാലിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളപ്പം ശരി, ആ സംഭവം നടന്നു, വഴക്ക് പറഞ്ഞു, പോയി. പിന്നെ ഞാനത് ഇരുന്ന് ചിന്തിക്കണം. ചിന്തിക്കുമ്പം ഞാൻ നല്ല ഒരു മെഡിറ്റേറ്റർ ആണെങ്കിൽ, നല്ല ഒരു മെച്യൂർഡ് സോളാണെങ്കിൽ എനിക്കത് ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് വളരെ ക്ലിയറായിട്ട് മനസ്സിലാകും. അപ്പം ഞാൻ സംസാരിച്ചത് കുറച്ച് കൂടിപ്പോയി, വഴക്ക് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി, അത് ഓപ്പോസിറ്റ് പാർട്ടിയെ നല്ലപോലെ വേദനിപ്പിച്ചു. അത് ഞാൻ ചെയ്ത് ഫസ്റ്റ് സ്റ്റേജിൽ 2 സ്റ്റേജുണ്ട്. ആദ്യത്തെ സ്റ്റേജാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ തന്നെ 2-3 ഘട്ടങ്ങളായിട്ട് പിരിക്കാം.
ആദ്യത്തെ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തത് തെറ്റാന്ന് ഞാൻ അംഗീകരിച്ച് കൊടുക്കണം. അംഗീകരിച്ച് കൊടുക്കുന്നു വെച്ചാൽ അക്നോളേജ് യുവർ മിസ്റ്റേക്ക്. അതായത് ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ മിസ്റ്റേക്കാണ് ചെയ്തതെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യണം, അംഗീകരിച്ച് കൊടുക്കണം. ന്യായീകരിക്കാനല്ല, ന്യായീകരിക്കാനേ പാടില്ല. ന്യായീകരിക്കുന്നത് വേറെ, നിങ്ങൾക്കറിയാം അതിനെക്കുറിച്ചൊക്കെ. അപ്പം ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ സംസാരിച്ചത് കുറച്ച് കൂടിപ്പോയി, അവരെ ശരിക്കും ഞാൻ നോവിപ്പിച്ചതാണ്, അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ആ ദേഷ്യത്തിലോ ആ മൊമെൻറ്റിൽ ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു പോയി. അപ്പം അത് ഞാൻ ചെയ്തത് തെറ്റാന്നുള്ളത് ഫസ്റ്റ് നമ്മൾ അംഗീകരിച്ച് കൊടുക്കണം. രണ്ടാമത് അതിനെക്കുറിച്ച് ദുഃഖിക്കണം. ദുഃഖിക്കണമെന്ന് വെച്ചാൽ റിഗ്രറ്റ് ചെയ്യണം. ചിലർ പറയും നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് യാതൊരു ചുക്കുമില്ല, എനിക്ക് യാതൊരു ഖേദവും ഇല്ല. ഈ ഖേദമില്ല എന്നൊക്കെ പറയുമ്പം അല്ലെങ്കിൽ ഞാനിത് ചെയ്തു, എനിക്കതിൽ യാതൊരു ഖേദവും ഇല്ല, ഒരു റിഗ്രറ്റും ഇല്ല, ഞാൻ ചെയ്തതെല്ലാം ശരിയാണ്. അങ്ങനത്തെ ഒരു മുറിപ്പിടുത്തത്തിൽ നിൽക്കുന്നവർക്ക് മുന്നോട്ട് പോകാനോ അവർ ചെയ്ത ശരിയും തെറ്റും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ അതിനെ തിരുത്താനോ യാതൊരു ചാൻസും ഇല്ല. അതുകൊണ്ടാണ് എപ്പോഴുമേ വടി പോലെ നിൽക്കരുത്, എപ്പോഴുമേ കുറച്ച് ഫ്ലെക്സിബിളായിട്ടിരിക്കണം. ചിലപ്പോൾ ഞാൻ ചെയ്തതും തെറ്റായിരിക്കുമോ, അത്രയെങ്കിലും ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് വേണം. എപ്പോൾ നോക്കിയാലും അല്ലെങ്കിൽ എവിടെ പോയാലും ഏതെടുത്താലും ഞാൻ 100% പെർഫെക്റ്റാണ് എന്നുള്ള വിചാരവേ തെറ്റ്. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം. അപ്പം ആദ്യം അത് ഞാൻ ചെയ്തത് തെറ്റാന്നുള്ളത് സ്വയം അംഗീകരിക്കണം. പിന്നെ രണ്ടാമത് അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കണം. പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ റിഗ്രറ്റ് ചെയ്യുക, ഞാൻ അങ്ങനെ ചെയ്തിരിക്കരുത്, ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ പറഞ്ഞത് കൂടിപ്പോയി, ഞാൻ ഇത് അത്രയും സംസാരിച്ചിരിക്കരുത്. രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ സോറി പറയുക. ഈ സോറി പറയാൻ യാതൊരു മടിയും കാണിക്കണ്ട. സോറി പറഞ്ഞുകൊണ്ട് നമ്മുടെ ലെവലൊന്നും ഒരു തരത്തിലും താഴാൻ പോകുന്നില്ല, നമ്മളുടെ ലെവൽ കൂടാനേ പോകുന്നുള്ളൂ, ഉയരാനാണ് പോകുന്നത്. നമ്മൾ കൂടുതൽ ഉയർച്ചയെ നോക്കിയാണ് പോകുന്നത്. സോറി പറയാൻ യാതൊരു മടിയും കാണിക്കരുത്. അപ്പം അടുത്ത പ്രാവശ്യം അവരെ കാണുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ ഒരുപാട് സമയം കൊടുക്കരുത്. സമയം കൊടുക്ക അവരുടെ മനസ്സിലത് വ്രണമാകും. ഒരുപാട് അവർ മനസ്സ് വേദനിക്കും. അവരുടെ മനസ്സ് വേദനിക്കുന്നത് നമ്മൾ ചെയ്ത കർമാവിനെയാണ് കൂടുതൽ വഷളാക്കുന്നത്. അപ്പം അത്രയൊന്നും ഗ്യാപ്പ്. ശരി, ഏത് നിമിഷം നമുക്കറിഞ്ഞോ ഞാൻ തെറ്റ് ചെയ്തു, ശരി സോറി, അപ്പോൾ സോറി വിടെ, ഞാൻ അറിയാതെ തന്നെ ചെയ്തു, അന്ന് ദേഷ്യത്തിലായിരുന്നു ചെയ്ത്, അങ്ങനെ സംസാരിക്കാനായിരുന്നു, കൂടിപ്പോയി, സോറി. അത് പറഞ്ഞാൽ ആ സോറി പറയുമ്പം തന്നെ അവരുടെ മനസ്സ് ഒരു 50% കുളിരും. പിന്നെ ചിലരുണ്ട്, നീ ഇനി 108 സോറി പറഞ്ഞാലും എന്നെ കനകാഭിഷേകം ചെയ്താലും എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ഉള്ളിൽ കിടക്ക തന്നെ ചെയ്യും എന്ന് പറയുന്നവരുടെ അടുത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അവരുടെ സ്വഭാവം, അത് അവരുടെ ലെവൽ, അത് അവരുടെ നേച്ചർ. അപ്പോൾ അതിനെ നമുക്ക് എടുത്തു മാറ്റാനൊന്നും നോക്കത്തില്ല. പക്ഷേ നമ്മളുടെ റോൾ എന്തുവാ? നമ്മൾ ആദ്യം തെറ്റ് ചെയ്തു എന്ന് അംഗീകരിക്കുക, അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുക, പിന്നെ അവരുടെ അടുത്ത് നമ്മൾ സോറി ചോദിക്കുക. ഈ സോറി ചോദിക്കുന്നതിലും പല തരമുണ്ട്. ചുമ്മാ പോയി ഹലോ ഐ എം സോറി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളിൻ്റെ ഉള്ളീന്ന് വരണം അത്. ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് എന്ന് പറയും. അതുപോലെ ഉള്ളിൻ്റെ ഉള്ളീന്ന് വരണം. ഇക്കാലത്ത് കൊച്ചു പിള്ളേർക്ക് പോലും സോറി പറയാൻ വലിയ മടിയാണ്. പക്ഷേ എനിക്ക് 8 വയസ്സിലെ ഒരു കൊച്ചുമോളുണ്ട്. എന്തെങ്കിലുമൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ സകല കുസൃതി പരിപാടിയും ഉണ്ട് അവൾക്ക് വീട്ടിൽ. എന്തെങ്കിലുമൊക്കെ എടുക്കും, എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കും, എന്തെങ്കിലുമൊക്കെ സദാ സർവ്വകാലം ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ വളരെ ക്ലിയറായിട്ട് പറയും, മോളെ ഇത് ചെയ്തത് തെറ്റാണല്ലോ, സേ സോറി എന്ന് പറയാം. സോറി. ആ കൊച്ചിന് പോലും സോറി പറഞ്ഞാൽ എന്തോ തരം താഴ്ന്നു പോന്നു എന്നുള്ള ഒരു വിചാരം. സോറി എവിടെയെങ്കിലും നോക്കിക്കൊണ്ട്
അരമനസ്സോടെ. അപ്പം ഞാനതൊന്നും വിട്ടു കൊടുക്കത്തില്ല. ഇവ ആർക്കാ സോറി പറയുന്നത്? ഫീൽ ചെയ്ത് പറയണം. സോറി പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞാൽ പോരെ, ഫീൽ ചെയ്ത്. അതെങ്ങനെ അമ്മോ ഫീൽ ചെയ്ത് പറയുന്നേ? ഫീൽ ചെയ്ത് പറയാനും നമ്മൾ പഠിപ്പിക്കണം. എന്നുവെച്ചാൽ അവർക്ക് ഫീലിങ്സ് ഇല്ല. ഇക്കാലത്തെ പിള്ളേർക്ക് വാല്യൂസ് ഇല്ല, ഫീലിങ്സ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫീലിങ്സോടെ എങ്ങനെ പറയും? അതിനൊരു കാര്യമുണ്ട്. നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സുകൊണ്ട് നമ്മൾ ചെയ്തത് തെറ്റാ എന്ന് വിചാരിച്ചാലേ മതി ആ സോറി വെളി പറയുന്നതിൻ്റെ വിധം മാറും. ഇപ്പം ഞങ്ങളുടെ അമ്മൂമ്മയൊക്കെ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒറ്റയടിക്ക് പറഞ്ഞേനെ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നു എന്നൊക്കെ. നമ്മളെയൊക്കെ അങ്ങനെ ശരിക്കും വഴക്ക് പറഞ്ഞ് തന്നെയാണ് വളർത്തത്. അതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് എല്ലാവരുടെ അടുത്തും ഒരു മര്യാദ, ബഹുമാനം, എങ്ങനെയൊക്കെ പെരുമാറണം, എങ്ങനെ ചെയ്യണം എന്നെല്ലാം നമുക്കറിയാം. ഇക്കാലത്തെ കുട്ടികൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ വേണം അവരെ പറഞ്ഞു കൊടുക്കാൻ, അവരെ പഠിപ്പിക്കേണ്ടത്. അപ്പം ഞാൻ പറയും ഫീൽ ചെയ്ത് പറ. അതിങ്ങനെ അമ്മോ ഫീൽ ചെയ്ത് പറയണം? ഫീൽ ചെയ്ത് പറയണമെന്ന് വെച്ചാൽ അത് ഫീലിങ്സിനെ വെളിയിൽ നിന്ന് കൊണ്ട് ഇടാൻ ഒക്കത്തില്ല. ഐസ്ക്രീമിൽ ടോപ്പപ്പ് ഇടുന്ന പോലെ അല്ലെങ്കിൽ ഗാർണിഷ് ചെയ്യുന്ന പോലെ ഒന്നും വെളിയിൽ കൊണ്ട് ഇടാനല്ല. നീ ചെയ്ത് തെറ്റെന്ന് തോന്നുന്നെങ്കിൽ വായി വരുന്ന വാക്ക് വേറെ രീതിയിലായിരിക്കും. എനിക്ക് വേണ്ടി നീ സോറി പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ ഞാൻ ചെയ്തത് തെറ്റാ, ഇത് പൊട്ടിക്കരുതായിരുന്നു, ഞാൻ പൊട്ടിച്ചത് തെറ്റാണ് എന്നും എപ്പം മനസ്സിൽ തോന്നുന്നോ അന്ന് സോറി നേരെ ചൊവ്വേ വരും. അപ്പോൾ ഇതെല്ലാം കൂടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. വലിയവരും ഒന്നും മെച്ചമല്ല. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്കേ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ഒരുപാടുണ്ട്, നമുക്കേ നമ്മൾ പഠിക്കാൻ ഇനി ഒരുപാടുണ്ട്. അപ്പം ഈ സോറി പറയണം. ശരി, ഇപ്പോൾ സോറി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം, അവർ ആ സീനിനെ പോയി. ഇപ്പം ശരി, ഭാര്യയും ഭർത്താവും വഴക്കിട്ട് കോടതിയിൽ പോയി, വിമോചനം വാങ്ങിച്ചു, ഡൈവേഴ്സായി. പിന്നെ രണ്ടുപേരും തന്നെ ജീവിക്കുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട് തന്നെ ജീവിക്കുമ്പം ചിലപ്പം രണ്ടുപേർക്കും തന്നെ മനസ്സിൽ തോന്നും, നമ്മൾ ഈ എക്സ്ട്രീമിന് പോയിരിക്കരുത്, ഈ ലെവലിന് പോയിരിക്കരുത്, ഞാൻ ചെയ്തത് തെറ്റാ അതെന്ന് ഭർത്താവ് വിചാരിക്കും. ഭാര്യയും ചിലപ്പം വിചാരിക്കും നമ്മളും കുറച്ച് വിട്ടു കൊടുത്തിരിക്കാമായിരുന്നു, ഈ ലെവലിൽ ഇങ്ങനെ പോയിരിക്കണ്ടായിരുന്നു എന്ന് തോന്നും. ഈ ഡൈവേഴ്സൊക്കെ കൈ കിട്ടുന്നവരേലുമാണ് വേഗം. കൈ കിട്ടിയ പിന്നീട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടായിരിക്കും നമ്മൾ തിങ്ക് ചെയ്യുന്നത്. അപ്പം ശരി, ഇത്രയും വഴക്കുണ്ടായി, കോടതി കയറി ഇറങ്ങി എങ്ങനെയോ ഡൈവേഴ്സ് വാങ്ങിച്ച് പിന്നീട് നമുക്കൊരു കുറ്റബോധം, നമ്മൾ ചെയ്തത് ശരിയല്ല. അപ്പം അയാളുടെ അടുത്ത് തിരിച്ചു പോയി നമുക്ക് സോറി പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അയാൾക്ക് ഇവരുടെ അടുത്ത് വന്ന് സോറി പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഉള്ളപ്പം എന്ത് ചെയ്യണം? മാനസികമായിട്ട് അവരുടെ അടുത്ത് സോറി പറയണം. അതിനാണ് നമ്മളൊരു ഫുൾ വീഡിയോ കണ്ടത്. എന്തുവാ? ഹോപ്പോനോപ്പോനോ. അപ്പം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പേ അവരെ മനസ്സിൽ വിചാരിച്ച്, ആരെ നമ്മൾ വേദനിപ്പിച്ചോ അവരെ മനസ്സിൽ വിചാരിച്ച് ഈ ഹോപ്പോനോ പറയണം. അതായത് ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഡൈവേഴ്സ് ആയ ആളിനെ എങ്ങനെ ഐ ലവ് യു? അതല്ല, അയാൾക്കും കുറേ നല്ല സ്വഭാവങ്ങളുണ്ട്. മനുഷ്യർക്ക് എല്ലാവർക്കും നല്ല സ്വഭാവങ്ങളും ഉണ്ട്, ചീത്ത സ്വഭാവങ്ങളും ഉണ്ട്. സോ എന്നെ ക്ഷമിച്ചതിന് ആ നല്ല മനസ്സുണ്ടല്ലോ, അതിന് ഐ ലവ് യു. ഈ 4 വാക്കും പറയണം. അപ്പം ഇപ്പം ശരി, ഇത് എനിക്ക് ഇന്നാണ് അറിയുന്നത്, ഇന്ന് ടീച്ചർ പറയുന്നു, എനിക്കത് നല്ലപോലെ മനസ്സിലാകുന്നു. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ ഒരു 10 വർഷത്തിന് മുമ്പേ നടന്നു എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ എന്ത് ചെയ്യണം? അതിനുള്ള പോംവഴി എന്തുവാ എന്ന് ചോദിച്ചാൽ, ഇനിയും 10 വർഷത്തിന് മുമ്പേ അയാളുടെ അടുത്ത് പോയി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് പോയി നമ്മൾ കാല് പിടിക്കാനോ സോറി പറയാനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനസ്സുകൊണ്ട് പറയണം. മനസ്സുകൊണ്ട് പറഞ്ഞാൽ ഈ ആത്മാ പറയുന്നത് ആ ആത്മായ്ക്ക് മനസ്സിലാകും. അതിന് സമയമോ കാലമോ ദൂരമോ ഒന്നും ബാധകമല്ല. ഓക്കെ, അപ്പം ഇതൊക്കെയാണ്. അപ്പം ഈ 3 കാര്യം, സ്റ്റെപ്പ് 1 അംഗീകരിച്ച് കൊടുക്കുക, സ്റ്റെപ്പ് 2
അതിന് മനപ്രയാസം എന്ന് വെച്ചാൽ അയ്യോ നമ്മൾ ചെയ്തത് തെറ്റാന്നുള്ള ഒരു പ്രയാസം, ഒരു പശ്ചാത്തപിക്കുക. മൂന്നാമത്തെ കാര്യം സോറി പറയുക. ഈ 3 സ്റ്റെപ്പും ചെയ്യുമ്പോഴേ ഈ കാർമിക് ലൂപ്പിൽ നിന്ന് നമ്മൾ വെളിയിൽ വരും. ഈ കാർമിക് ലൂപ്പ് എന്ന് പറയുന്നത് എന്തുവാ? അതായത് ഈ ഒരു വളയം, ഈ വളയത്തിനകത്ത് ഇങ്ങനെ കടന്ന് ചുറ്റുക, നമ്മൾ ചുറ്റി അതിൽ നിന്ന് വെളി വരാതിരിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പം തന്നെ ഈ ലൂപ്പിൽ നിന്ന്, ഈ വളയത്തിൽ നിന്ന് നമ്മൾ വെളി വരും. ഇതാണ് സ്റ്റേജ് 1. പിന്നെ സ്റ്റേജ് 2 ഉണ്ട്. സ്റ്റേജ് 2 എന്ന്, അതായത് സ്റ്റേജ് 1ൽ തന്നെ ഒരു കെട്ട കർമ്മയ്ക്ക് ഒരു നല്ല കർമ്മ ചെയ്യണം. പിന്നെ ഈ കെട്ട കർമ്മ നല്ല കർമ്മ എന്ന് പറയുമ്പോഴേ, ഈ കെട്ട കർമ്മയ്ക്ക് ഇൻറ്റൻസിറ്റിയൊക്കെ നമ്മൾ ഇന്നലെ അതിനാണ്. സ്ട്രോങ് ഇൻറ്റൻസിറ്റി ആയിട്ട് ഒരാൾ കൊലപാതകം ചെയ്തിട്ടേ ഒരു 5 പൈസ ഞാൻ നല്ല കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു 5 പൈസ കൊണ്ടുപോയി ആർക്കെങ്കിലും ഭിക്ഷക്കാരന് കൊടുത്താൽ അതും ഇത് ഒന്നാകുമോ? ആവത്തില്ല. അപ്പം എത്ര ഇൻറ്റൻസിറ്റിയുള്ള കാര്യം ചെയ്തോ അതിൻ്റെ 10 മടങ്ങ് ഇൻറ്റൻസിറ്റിയുള്ള നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അതിനും കുറച്ചെങ്കിലും ഈക്വൽ ആവത്തുള്ളൂ, ശരിയാവത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്, ആരും തന്നെ നമുക്ക് ഒരു ലിസ്റ്റ് ഇട്ട് തന്നിട്ടില്ല, ഇത്രയും ചെയ്യണം, അത്രയും ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അതൊന്ന്. അപ്പം ഇതിൽ ഒരുപാട് പേർക്ക് അവർ ചെയ്യുന്നത് തെറ്റാന്ന് ഉള്ള ബോധം തന്നെ ഇല്ല. അത് വേണം. ഞാൻ ഈ ട്രാഫിക് റൂളിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാർ എടുത്തുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് പോകുന്നത്, അതേസമയത്ത് റൈറ്റ് സൈഡിൽ പോയിട്ടേ പോലീസ് പിടിക്കുമ്പോൾ എനിക്ക് ട്രാഫിക് റൂൾ അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്, ഐ എം സോറി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കുമോ? അപ്പം ഫൈൻ അടിച്ച് തരത്തില്ലയോ? അപ്പം അറിയാൻ വയ്യ എന്ന് പറയുന്നത് ഒരു പോം വഴിയല്ല, അത് ഒരു എസ്കേപ്പിസം അല്ല, അതിൽ നിന്ന് വീണ്ടും വരാനുള്ള മാർഗമല്ല. അറിഞ്ഞിരിക്കണം, നമുക്ക് നല്ലതും കെട്ടതും എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏത് നെഗറ്റീവ് കർമ്മ ഏത് പോസിറ്റീവ് കർമ്മ എന്ന് അറിഞ്ഞിരിക്കണം. അയ്യോ ഞാൻ അറിയാതെ ചെയ്തു, ഈ സദാ സർവ്വകാലവും കുറ്റങ്ങൾ ചെയ്തുകൊണ്ടേ അയ്യോ ഞാൻ അറിയാതെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പം അതാണ് ഒരുപാട് പേർക്ക് ഞാൻ ചെയ്യുന്നത് തെറ്റാന്നുള്ള ബോധമേ ഇല്ല. ആ ബോധം വരണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യണം. എന്താണോ അങ്ങനെ ഈ ഞാൻ തെറ്റാണ് ചെയ്യുന്നതെന്നുള്ള വിചാരം പോലും ഇല്ലാത്തവരടുത്ത് നമ്മൾ പോയി എത്ര അഡ്വൈസ് ചെയ്താലും, എത്ര നമ്മൾ ന്യായീകരിച്ചാലും, എത്ര അവരുടെ അടുത്ത് ആർഗ്യൂ ചെയ്താലും, എന്തൊക്കെ രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നോക്കിയാലും അവരുടെ തലയിൽ കയറത്തില്ല. അപ്പം വെറുതെ നമ്മളുടെ സമയവും എനർജിയും വേസ്റ്റാക്കാതെ നമ്മൾ അതിൽ നിന്ന് ആ സീനിൽ നിന്ന് അങ്ങ് മാറുക. പക്ഷേ ആ വ്യക്തിക്ക്, ആ കുറ്റം ചെയ്ത വ്യക്തിക്ക് ശരിയും തെറ്റും എപ്പോൾ അറിയും? കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യണം, കൂടുതൽ മൗനത്തിലിരിക്കണം, കൂടുതൽ ഒറ്റയ്ക്കിരിക്കണം. ഒറ്റയ്ക്കിരുന്ന് ഇതെല്ലാം ചിന്തിക്കുമ്പം തന്നെത്താനെ അവർക്ക് ഏത് ശരി ഏത് തെറ്റെന്ന് മനസ്സിലാകും. അതാണ് ജീസസ് പറഞ്ഞത്. കുരിശിൽ ആണി അടിച്ചപ്പോഴും, ജീസസിനെ കുരിശിൽ വെച്ച് ആണി അടിച്ചപ്പോഴും മുൾക്കിരീടം വെച്ച് രക്തം ഒലിക്കുന്നു. അപ്പോഴും ജീസസ് എന്തുവാണോ പറഞ്ഞേ? പിതാവേ, ഇവർ എത്ര വലിയ തെറ്റാ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയാമയ്യാതെ ചെയ്യുന്നു, അതുകൊണ്ട് അവരെ ക്ഷമിക്കണേ, അവരെ പൊറുക്കണേ എന്നാണ് ജീസസ് പറഞ്ഞത്. പക്ഷേ അത്രയും കഷ്ടപ്പാടിലും അങ്ങനെ പറയാൻ നമുക്കാർക്കും പറ്റില്ല. അതുകൊണ്ടാണ് ജീസസിനെ മഹാനെന്ന് നമ്മൾ കൈയെടുത്ത് തൊഴുന്നത്. നമ്മൾ സാധാരണപ്പെട്ട മനുഷ്യർ. ഓക്കെ, ഇപ്പം ഇതിൽ എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ജീസസിനെ കുരിശിൽ അടിച്ച് കയറ്റാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എത്ര ക്രൂരതയുള്ള മനസ്സായിരിക്കും. അപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാ അവർ ചെയ്യുന്നത് തെറ്റാണെന്ന്. അങ്ങനെയാണ് നമ്മളിൽ ഒട്ടുമൊത്തം ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ചിന്താഗതികളെല്ലാം നമുക്ക് മാറ്റണം. അറിഞ്ഞുകൂടാന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. ശരി, അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്.
അപ്പോൾ സ്റ്റേജ് 1 തീർന്നു. സ്റ്റേജ് 1 3 സ്റ്റെപ്സ് കഴിഞ്ഞു. സ്റ്റേജ് 2, ഇപ്പം ഈ കാർമിക് ലൂപ്പ് ഉണ്ടല്ലോ, ഈ കാർമിക് സൈക്കിൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് വെളി വന്നാൽ പോരാ, അക്കൗണ്ട് സെറ്റിലാക്കണം. ഇതെന്തുവാ അക്കൗണ്ട് സെറ്റിലാക്കുന്നത്? അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളൊരു ഹൗസ് ലോൺ വെക്കുന്നു. ഓക്കെ, നമ്മൾ ഹൗസ് ലോൺ എടുക്കുന്നു. ഇപ്പം വീട് എൻ്റെ പേരിലാണ്, പ്രോപ്പർട്ടി എൻ്റെ പേരിലാണ്. അപ്പം എൻ്റെ പേരിലുള്ള പത്രത്തിനെയാണ് ഞാൻ ബാങ്കിൽ കൊണ്ട് കൊടുത്ത് അതിൻ്റെ മീതെ ഞാൻ ഹൗസ് ലോൺ എടുക്കുന്നു. ഹൗസ് ലോൺ അടച്ചുകൊണ്ട് വരുന്നു. എല്ലാം അടച്ചു തീർന്നു. 10 വർഷത്തെ EMI ഞാൻ കെട്ടിത്തീർന്നു. കെട്ടിത്തീർന്നതോടുകൂടി ആ ലൂപ്പിൻ്റെ വെളി വന്നു. ആ EMI കെട്ടേണ്ടിയ ലൂപ്പിൽ നിന്ന് വെളി വന്നു. അതേ സമയത്ത് നമുക്ക് പത്രം ബാങ്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ പത്രത്തിനെ വെളിയെടുക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും ഒരു റിക്വസ്റ്റ് കൊടുക്കണം ബാങ്കിൽ. ഇങ്ങനെ ഞാൻ ലോൺ എടുത്തിരുന്നു, ഇത്രയും വർഷമായിട്ട് ഞാൻ അടച്ചു തീർന്നു, എൻ്റെ പത്രം നിങ്ങളുടെ അടുത്താണ്, അതെനിക്ക് തിരിച്ചു തരണം. എഴുതി കൊടുക്കുമ്പം അവർ തിരിച്ചു തന്നിട്ട് റിസീവ്ഡും വാങ്ങിക്കും. അതാണ് ഫൈനൽ അക്കൗണ്ട് സെറ്റിൽമെൻറ്റ്. അതോടുകൂടിയാണ് ആ അക്കൗണ്ട് സെറ്റിലാവുന്നത്. അപ്പം ഇവിടെയും ഈ കാർമിക് അക്കൗണ്ട് സെറ്റിൽമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു, റിഗ്രറ്റ് ചെയ്തു. ഇനി ഒരു കാര്യം കൂടെ ഒരുപാട് ചെയ്യണം. ആ ഒരു കാര്യമാണ് സർവീസ്. സർവീസ് എന്ന് വെച്ചാൽ സേവ ചെയ്യുന്നത്. അത് ഏതേത് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ആലോചിച്ച് നമുക്ക് സേവ ചെയ്തുകൊണ്ടിരിക്കണം. ഈ സർവീസ് ചെയ്യ സർവീസ് എന്ന് വെച്ചാൽ എന്തുവാ? നല്ല കാര്യങ്ങൾ. ആ സർവീസിൽ നിന്നൊക്കെ പറയുമ്പം ദേഹത്താല ചെയ്യാം, മനസ്സാല ചെയ്യാം, മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഒരാൾ ഡെത്ത് ബെഡിൽ കിടക്കുന്നു, ഇന്നോ നാളെയോ മരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഇതിൽ കിടക്കുന്നു. അയാളുടെ അടുത്ത് പോയി വാ ഞങ്ങൾക്ക് ശ്ലോകം പറഞ്ഞുതരാം, അനായാസേന മരണം പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പം അവർക്ക് വേണ്ടി നമ്മൾ പറയാം, അതൊരു പുണ്യകാര്യമാണ്. അങ്ങനെ പണം, ചിലർക്ക് ഇഷ്ടംപോലെ പണമുണ്ട്, പക്ഷേ ആ പണം എങ്ങനെ ചിലവ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പം പണം ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചിലവ് ചെയ്യണം. അപ്പോഴേ അത് പോസിറ്റീവ് കർമ്മ ആകത്തുള്ളൂ. അപ്പോഴേ അത് പുണ്യ കാര്യം ആവത്തുള്ളൂ. അപ്പം അങ്ങനെ ഈ സർവീസ് ചെയ്യുന്നതിലാണ് നമുക്ക് കംപ്ലീറ്റ് അക്കൗണ്ട് സെറ്റിൽമെൻ്റ് ആവുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പിന്നെ വേറൊരു കാര്യം, ഇത്രയും ജന്മമായിട്ട് എത്രയൊക്കെ പാവങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ സഞ്ചിത കർമ്മയുടെ വെയിറ്റ് എത്രയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളപ്പം നമ്മൾ അതിനെ ഇനിയും തേടിപ്പോയി കണക്കെടുത്ത് ചെയ്ത് അതൊന്നും നടക്കാത്ത കാര്യം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ നിമിഷം, ഈ ക്ഷണം, ഈ സെക്കൻഡ് നമ്മൾ തീരുമാനിക്കുക. എന്തുവാ? എന്നാലായ സർവീസ് ഞാൻ ഇനി ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും, എനിക്ക് സമയമില്ല, കാശില്ല, അതില്ല, ഇതില്ല, എന്തൊക്കെ പറഞ്ഞാലും കാര്യമില്ല. നമ്മൾ കൂടുതൽ വെളിയിലിറങ്ങി സർവീസ് ചെയ്യണം. വീട്ടിലേ സർവീസ് തുടങ്ങാം. വീട്ടിലാണ് സർവീസ് തുടങ്ങേണ്ടത്. വീട്ടിന് പുറമെ വെളിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പാട്ടറിയാവോ, നിങ്ങൾക്ക് കണക്കറിയാവോ, നിങ്ങൾക്ക് അക്കൗണ്ടൻസി അറിയാവോ, കമ്പ്യൂട്ടർ അറിയാവോ, എത്ര പേർക്ക് ഒക്കുവോ അത്രയും പേർക്ക് പറഞ്ഞു കൊടുക്കുക, അറിവ് പകരുക. അപ്പം ദേഹത്താൽ ചെയ്യാം, മനസ്സാൽ ചെയ്യാം, വാക്കാൽ ചെയ്യാം. ഏതേത് രീതിയിൽ മറ്റവർക്ക് സർവീസ് ചെയ്യാമോ ആ രീതിയിലെല്ലാം ചെയ്യണം. ഇപ്പോൾ നല്ല പൈസയുള്ള ഒരാളാണ്, ഒരു 4 അനാഥാശ്രമം കെട്ടിക്കൊട്, 4 ഓൾഡ് ഏജ് ഹോം കെട്ടിക്കൊട്, ഒരു 50 ലക്ഷം ഫിക്സഡ് ഡെപ്പോസിറ്റിലിട്ട് അന്നദാനത്തിന് വഴി ചെയ്. എൻ്റെ കയ്യിൽ അത്രയൊന്നും കാശില്ല, വേണ്ട, 10 പൈസ, ഒരു രൂപ, ഒന്നും വേണ്ട, ഒരു 10 രൂപയ്ക്ക്, ഒരു 10 രൂപയ്ക്ക് ഇത്രയും വലിയ നല്ല ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് കിട്ടും, വാങ്ങിച്ച് പട്ടികൾക്ക് കൊട്, കാക്കയ്ക്ക് കൊട്, പൂച്ചയ്ക്ക് കൊട്. അതും പുണ്യകാര്യമാണ്. നമ്മുടെ കർമ്മ കഴിയാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ അമ്പലത്തിലുള്ള കുളങ്ങളിൽ, എല്ലാ അമ്പലത്തിൻ്റെ തൊട്ട് അടുത്ത് ഒരു കുളം കാണുമല്ലോ, ആ കുളത്തിലുള്ള മീനിനെ പൊരിയിടുന്നത് നമ്മുടെ കർമാവിനെ കഴിക്കും. എറുമ്പിന് അരിപ്പൊടി ഇടുക. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലൊക്കെ അരിമാവ് വെച്ചാണ് കോലം ഇടുന്നത്. എന്നുവെച്ചാൽ ആ കോലം ഇടുമ്പം ആ എറുമ്പുകൾ കൂട്ടമായിട്ട് വന്ന് ആ അരിമാവിനെ തിന്നുകൊണ്ട് പോകും.
അത് തിന്നെ തിന്നെ നമ്മുടെ കർമ്മ കുറയും. കാക്കയ്ക്ക് ചോറ് വയ്ക്കുക, വീട്ടിലുള്ള പൂച്ചയ്ക്കും പട്ടിക്കും ഒക്കെ നല്ലത് കൊടുക്കുക, കിളികൾക്ക് വെള്ളം കൊടുക്കുക. ഇതിന്ന് തുടങ്ങി നമ്മുടെ ശക്തിക്കേറ്റ പോലെ എന്തൊക്കെ നല്ലത് ചെയ്യാവോ അതൊക്കെ ചെയ്യുക. അപ്പം ഒരു പാക്കേജായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. മെഡിറ്റേഷൻ ചെയ്യണം, അത് നമുക്ക് നല്ലത്. നമ്മൾ ചെയ്യുന്നതിൻ്റെ എല്ലാം ശരിയും തെറ്റും നമുക്ക് മനസ്സിലാകും. പിന്നെ അഹിംസ വഴി നടക്കണം. അഹിംസ എന്ന് വെച്ചാൽ മനസ്സാ വാചാ കർമ്മണ ആരെയും നോവിപ്പിക്കരുത്, ഹിംസിക്കരുത്, അതാ അഹിംസ. അതല്ലാതെ മൈൻഡ്ഫുൾനെസ്, 100% അവയർനെസ്, പിന്നെ സർവീസ്. ഈ 4ഉം നമ്മൾ ചെയ്താലേ മതി, നമ്മളുടെ കാർമിക് അക്കൗണ്ട് സെറ്റിലാകും. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം അത് ഈ സർവീസ് ചെയ്യുന്നതിന് പുറമേ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാം. മറ്റവരെല്ലാം വഴക്കാളികളാണ്, ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല, സാരമില്ല പോട്ടെ. അവരടുത്ത് ആർഗ്യൂ ചെയ്യാതെ, അവരടുത്ത് വാദം ചെയ്യാതെ, ശരി, നമ്മളൊരു മാതൃകയായിട്ടിരിക്കണം. അപ്പം തന്നെ വീട്ടിൽ ഒരുപാട് സമാധാനം കിട്ടും. നമ്മളെ കണ്ട് മറ്റവരും മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങും, അവരും മാറും. ഓക്കെ, അങ്ങനെ വേണം നമ്മളാലായ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഈ കാർമിക് അക്കൗണ്ടിനെ തീർക്കാനുള്ളത്. ഓക്കെ, സോ ഇപ്പം ഇത്രയും നാൾ നമ്മൾ കർമ്മ എന്ന് കേട്ട് ഒരു മനസ്സിലൊരു ഭയം തന്നെ വന്നുപോയി, ഇല്ലയോ? ആർക്കും വരും ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ, ഇനി എത്ര സഞ്ചിത കർമ്മമുണ്ട്, എന്തൊക്കെ ചെയ്തു. ആ ഭയത്തിനെ പോക്കാനാണ് ഈ അക്കൗണ്ട് സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞത്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മളുടെ നെഗറ്റീവ് കർമ്മ എല്ലാം കുറഞ്ഞ് പോസിറ്റീവ് കർമ്മ വരും. പോസിറ്റീവ് കർമ്മ കൂടെ നമുക്ക് മുക്തി കിട്ടും. മുക്തി നേടാൻ ഒരു വഴിയാണ് ഇത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ നിമിഷം തന്നെ നമ്മൾ ഒരു സങ്കല്പം ചെയ്യുക, ഇനി അറിഞ്ഞും അറിയാതെയും ഞാൻ നെഗറ്റീവ് കർമാസ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ചെയ്താൽ പോസിറ്റീവ് കർമ്മ മാത്രമേ ചെയ്യത്തുള്ളൂ എന്നുള്ള ഒരു സങ്കല്പം എടുക്കുക. എന്താണെന്ന് വെച്ചാൽ ചിത്രഗുപ്തൻ സിനിമയിട്ട് കാണിക്കുമ്പോഴേ എത്ര ദൂരം നമ്മൾ പോസിറ്റീവ് കർമാക്കൾ ചെയ്യാനും നല്ലത് ചെയ്യാനും സർവീസ് ചെയ്യാനും പ്രയത്നിച്ചു, എത്ര ദൂരം നമ്മൾ നല്ലത് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവിടെ കണക്കെടുക്കുന്നത്. അപ്പം ഇന്ന് തൊട്ട് നമ്മൾ ആ രീതിയിൽ ചിന്തിച്ച് നമ്മളുടെ ജീവിതത്തിനെ അങ്ങനെ കൊണ്ടുപോകണം. അപ്പം എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ, നല്ലത് വരട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ.